നമസ്കാരം. iTutorന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം കൃതി സമവാക്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ചില പ്രോബ്ലങ്ങൾ ചെയ്തു. ഇന്ന് നമുക്ക് ഈ അധ്യായത്തിലെ മറ്റു ചില ചോദ്യങ്ങൾ നോക്കാം. ഒരു ചോദ്യം നോക്കാം. 5, 7, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 140 കിട്ടും? 5, 7, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 140 കിട്ടും? How many times of the arithmetic sequence 5, 7, 9 etc. should be added to get 140? നമ്മളിവിടെ കണ്ടെത്തേണ്ടത്, അതായത് 5, 7, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങളുടെ തുകയാണ് 140 നമ്മൾ കാണേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പദങ്ങളുടെ എണ്ണമാണ് n. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? n പദങ്ങൾ കൂട്ടിയാലാണ് 140 കിട്ടുക എന്ന് വിചാരിക്കുക. അതായത് ദി നമ്പർ ഓഫ് ടൈംസ് ബി n എടുത്തു. നമുക്കറിയാം, ഇവിടെ എളുപ്പം ഈ ഫോർമുല ഉപയോഗിക്കുന്നതാണ്. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക d/2 n² പ്ലസ് f മൈനസ് d/2 ഇൻറ്റു n. ഇത് എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 140 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ d/2 n² പ്ലസ് f മൈനസ് d/2 ഇൻറ്റു n സമം 140. ഇനി നമ്മതിൽ f എന്ന് പറഞ്ഞാൽ ഒന്നാം പദമാണ്. ഏതാണത്? 5 ആണ്. ഫസ്റ്റ് ടൈം d കോമൺ ഡിഫറൻസ്, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, രണ്ടാം പദം മൈനസ് ഒന്നാം പദമാണ് d കിട്ടി. അപ്പൊ d എത്രയാണ്? 2 ആണ്. അപ്പൊ d/2 2/2 സമം 1. d/2 ആവശ്യം കണ്ട് ഇനി ഇതിൽ കൊടുക്കുന്നു. അപ്പൊ d/2 n² എന്ന് പറഞ്ഞാൽ ഒരു n² എന്ന് പറഞ്ഞാൽ n² തന്നെ. 1 n² മീൻസ് n². അപ്പോൾ n² പ്ലസ് f എത്രയാണ്? 5 മൈനസ് d/2 1 ഇൻറ്റു n സമം എത്ര? 140. അതായത് n² പ്ലസ് 5 1 കുറച്ച് 4n സമം 140. ഈ ചോദ്യം സമാന്തര ശ്രേണിയും രണ്ടാം കൃതി സമവാക്യങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അരിത്മെറ്റിക് സീക്വൻസും കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ വരും. അപ്പൊ n² പ്ലസ് 4n സമം 140. ഇത് നിർദ്ധാരണം ചെയ്യാൻ, നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് എളുപ്പം എന്താണെന്നറിയോ? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, വർഗം പൂർത്തിയാക്കൽ രീതിയിൽ ചെയ്യുകയാണ് എളുപ്പം. അതായത് ഇവിടെ വേരിയബിൾ n ആണ്, ചരം n ആണ്. n-ന്റെ ഗുണകം ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് വർഗം പൂർത്തിയാക്കൽ രീതിയിൽ ചെയ്യുകയാണ് എളുപ്പ രീതി. നമുക്കറിയാം, ഒരു രണ്ടാം കൃതി സമവാക്യം വർഗം പൂർത്തിയാക്കാൻ nx-ന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം സമവാക്യത്തിന്റെ ഇരുവശവും കൂട്ടിയ മതി. ഇവിടെ n ആണ് വേരിയബിൾ ചരം. അപ്പൊ n-ന്റെ ഗുണകം ഏതാണ്? 4 ആണ്. അപ്പൊ 4ന്റെ പകുതി 2, 2ന്റെ വർഗം ഏത് തന്നെ? 4 ആണ്. അതായത് ഗുണകം 4 ആണെങ്കിൽ, ഇതിന്റെ ഗുണകം 4 ആണെങ്കിൽ 4നെയാണ് കൂട്ടേണ്ടി വരിക. അതായത് വർഗം പൂർത്തിയാക്കാൻ n-ന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം, n-ന്റെ ഗുണകം 4 ആണ്, 4ന്റെ പകുതി 2 ആണ്. 2ന്റെ വർഗം ഏതാണ് കൂട്ടേണ്ടത്? 4 തന്നെയാണ് കൂട്ടേണ്ടത്. അപ്പൊ രണ്ട് സൈഡിലും കൂട്ടണം. അതായത് വർഗം പൂർത്തിയാക്കാൻ n-ന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം സമവാക്യത്തിന്റെ ഇരുവശവും കൂട്ടണം. To complete the square, add the square of the half the coefficient of x on both sides of the equation. To complete the square, add the square of the half the coefficient of x on both sides of the equation. അപ്പൊ 4 ഇവിടെ ഇക്വേഷന്റെ LHS-ലും RHS-ലും. അപ്പോൾ 4 കൂട്ടുന്നു. അപ്പൊ n² പ്ലസ് 4n പ്ലസ് 4 സമം 140 പ്ലസ് 4. അതായത് n² പ്ലസ്, ഇനി n² പ്ലസ് 4n, ഇത് ഏതിന്റെ വർഗ്ഗമാണ് നോക്കണം. അതിന് എളുപ്പമാർഗമുണ്ട്. ഇവിടെ n മധ്യപദം പ്ലസ് ആണല്ലോ. അപ്പോൾ n പ്ലസ് എന്ന് എഴുതി. ഇവിടെ മധ്യപദം മൈനസ് ആണെങ്കിൽ, മിഡിൽ ടൈം മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടണം, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ടു. ഇനി n-ന്റെ ഗുണകത്തിന്റെ പകുതി ഏതാ നോക്കിയാൽ മതി, 2 ആണ്. അപ്പോൾ ഇത് n പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ആണത്. സമം 144.
അതുകൊണ്ട് n+2 സമം സ്ക്വയർ റൂട്ട് ഓഫ് 144 സമം 12. ഇവിടെ n പദങ്ങളുടെ എണ്ണമാണ്. അപ്പം ഞാൻ ന്യൂനസംഖ്യ വലിയ എടുക്കുന്നില്ല, സ്ക്വയർ റൂട്ട് ഒരു പ്ലസ് വലിയ എടുക്കുന്നുള്ളൂ. അപ്പൊ n+2 സമം 12. അതുകൊണ്ട് n സമം 12 - 2 സമം 10. ഇപ്പൊ എന്ത് മനസ്സിലായി? ആദ്യത്തെ 5, 7, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് 140. അപ്പൊ നമ്പർ ഓഫ് ടൈംസ് എത്ര? 10. അപ്പൊ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 34 സെന്റിമീറ്ററും ഒരു വികർണത്തിന്റെ നീളം 13 സെന്റിമീറ്ററുമായാൽ ചതുരത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ കണക്കാക്കുക. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 34 സെന്റിമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 13 സെന്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് 34 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് പറഞ്ഞാൽ നീളത്തിന്റെയും വീതിയുടെയും തുക കാണാൻ ചുറ്റളവിന്റെ പകുതി എടുത്താൽ മതി. അതായത് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു 34 സെന്റിമീറ്റർ. ദർഫോർ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 34/2. അതായത് പെരിമീറ്ററിന്റെ ഹാഫ് എടുത്ത ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആയി. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു നീളം പ്ലസ് വീതി സമം 34/2 സമം 17 സെന്റിമീറ്റർ. അപ്പോൾ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് പറഞ്ഞാൽ നീളത്തിന്റെയും വീതിയുടെയും തുക കാണാൻ ചുറ്റളവിന്റെ പകുതി എടുത്താൽ മതി. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ബൈ 2 ഈസ് 17 സെന്റിമീറ്റർ. ഇനി നമ്മൾ നീളം x മീറ്റർ എന്ന് എടുത്തു. നീളം സമം x സെന്റിമീറ്റർ എന്നെടുത്തു. അപ്പൊ വീതി 17 - x സെന്റിമീറ്റർ ആയിരിക്കല്ലോ. കാരണം നീളം പ്ലസ് വീതി അല്ലേ എത്ര? 17. അപ്പൊ നീളം x എന്നെടുത്താൽ വീതി 17 - x സെന്റിമീറ്റർ. പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു കാര്യം വികർണത്തിന്റെ നീളമാണ് നമുക്ക് തന്നത് അല്ലേ. വികർണത്തിന്റെ നീളം എത്രയാ തന്നത്? 13. ഡയഗണൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ 13. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു കാര്യം നമുക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ കണ്ടത്തിൽ നമുക്ക് പെരിമീറ്റർ തന്നു, ഏരിയയും തന്ന് ലെങ്ത്തും ബ്രെഡ്ത്തും കാണാൻ പറഞ്ഞു. പിന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ റിലേഷനും പിന്നെ എന്ത് തന്നു? ഏരിയ തന്നു. ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഡയഗണലിന്റെ ലെങ്ത് തന്നാൽ നമുക്ക് ഏരിയ തരില്ല. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഒരു ചതുരം ഒരു റഫ് ഫിഗർ വരച്ചു, റെക്ടാംഗിളിന്റെ റഫ് ഫിഗർ വരച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റഫായിട്ടൊന്ന് വരച്ചു നോക്കുക. നമ്മൾ ABCD എന്ന് പേര് കൊടുത്തു ഞാൻ ഈ ചതുരത്തിന്. അപ്പോൾ ഇതാണ് നമ്മൾ x സെന്റിമീറ്റർ എന്നെടുത്തത്. അപ്പോൾ ഇത് 17 - x സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. വികർണം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർമൂലകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ വരയ്ക്കല്ലേ വികർണം എന്ന് പറയാ. ഓപ്പോസിറ്റ് വെർട്ടെക്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ. ഇത് 13 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്കറിയാം ചതുരത്തിന്റെ ഓരോ കോണും 90 ഡിഗ്രി വീതമാണ്. ഈച്ച് ആംഗിൾ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഒരു ചതുരത്തിന്റെ വികർണം വരച്ചാൽ അതിനെ 2 തുല്യ മട്ടത്രികോണങ്ങളായി ഭാഗിക്കാം. എ റെക്ടാംഗിൾ ക്യാൻ ഡിവൈഡഡ് ഇൻടു 2 റൈറ്റ് ട്രയാംഗിൾ ഈക്വൽ റൈറ്റ് ട്രയാംഗിൾസ് ബൈ ഡ്രോയിങ് എ ഡയഗണൽ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ അപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു ABC എന്ന മട്ടത്രികോണത്തിൽ ഇത് ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ പൈതഗോറസ് തിയറി പ്രകാരം ഇതിൽ പൈതഗോറസ് തിയറി ഉപയോഗിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററും ഡയഗണലും തന്നാൽ ഏരിയ തരില്ല. അപ്പൊ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? പൈതഗോറസ് തിയറി ഉപയോഗിക്കണം. ആ ഫിഗർ വരച്ച് നോക്കണം. അപ്പൊ ഇനി നമ്മൾ ഫ്രം ദി റൈറ്റ് ട്രയാംഗിൾ ABC, അതായത് ചിത്രത്തിൽ മട്ടത്രികോണ ABCയിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം, പാദം x ആണ്, ലംബം 17 - x ഹോൾ സ്ക്വയർ ആണ്, സമം കർണം 13 സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനീസ് സ്ക്വയർ. ഇനി ഇത് x സ്ക്വയർ നമ്മൾ അങ്ങനെ എഴുതി, പ്ലസ്
ഇനി ഇത് 17 മൈനസ് എക്സ് അല്ലേ? ഈ 17 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ രൂപമാണല്ലോ. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അതായത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗം ആ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയിൽ നിന്നും സംഖ്യകളുടെ ഇരട്ടി ഗുണനഫലത്തിന്റെ ഇരട്ടി കുറച്ചതിന് തുല്യമാണ്. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പൊ അത് പ്രകാരം ആദ്യം വരിക 17ന്റെ സ്ക്വയർ 17 സ്ക്വയർ, പിന്നെ പ്ലസ് രണ്ടാം പദമായ എക്സിന്റെ സ്ക്വയർ, പിന്നെ മൈനസ് ആസ്റ്റിന്റെ മൈനസ് 2 ഇൻറ്റു 17 ഇൻറ്റു എക്സ്, അതായത് 2 ഇൻറ്റു ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് എലമെന്റ് സമം 13 സ്ക്വയർ 169 സമം ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2 എക്സ് സ്ക്വയർ, പിന്നെ ഇതാദ്യം മൈനസ് 17 ഇൻറ്റു 17 2 34 മൈനസ് 34 എക്സ് പ്ലസ് 17 സ്ക്വയർ 289 സമം 169. ഇനി അതും കൂടെ കൊണ്ടുവരിക. അപ്പൊ 2x സ്ക്വയർ മൈനസ് 34x പ്ലസ് 289 മൈനസ് 169 സമം 0. That is 2x square minus 34x plus 289 6 മൈനസ് ചെയ്യണം. അപ്പോൾ 9 minus 9 0, 8 minus 6 2, 2 minus 1 1, 120 is equal to 0. ഇനി നമ്മളൊരു ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഒരു രണ്ടാകൃതി സമവാക്യം കിട്ടി. ഇതിലെ ഏതെങ്കിലും എല്ലാ പദങ്ങളെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻസ് സിമ്പിൾ ആക്കാം. അതായത് ക്രിയകൾ ലഘൂകരിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാ ടൈമിലും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 2x സ്ക്വയർ ബൈ 2 എക്സ് സ്ക്വയർ മൈനസ് 17x പ്ലസ് 60 സമം 0. അപ്പോൾ ഇതിൽ എ സമം 2, ബി സമം മൈനസ് 17, സി സമം 60. ഇനി ബി സ്ക്വയർ മൈനസ് 4ac സമം ബി മൈനസ് 17 ആണ്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 17 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 60 മൈനസ് 17 സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ് 17 സ്ക്വയർ പ്ലസ് 289. അപ്പോൾ 289 മൈനസ് 240 സമം 49. അപ്പോൾ 49 ബി സ്ക്വയർ മൈനസ് 4ac. അതുകൊണ്ട് എക്സ് സമം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ ബി മൈനസ് 17 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ബി മൈനസ് 17 ആണെങ്കിൽ മൈനസ് ബി പ്ലസ് 17 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac സ്ക്വയർ റൂട്ട് ഓഫ് 49 ബൈ 2 ഇൻറ്റു എ 2 ഇൻറ്റു 1 സമം 17 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 49 7 ബൈ 2 സമം 17 പ്ലസ് 7 ബൈ 2 കോമ 17 മൈനസ് 7 ബൈ 2 17 7 24 24 ബൈ 2 കോമ 10 ബൈ 2 24 ബൈ 2 12 24 ബൈ 2 12 10 ബൈ 2 5. അപ്പോൾ എക്സിന് നമുക്ക് 2 വില കിട്ടി. ഒന്ന് 12,
അല്ലെങ്കിൽ 5. നമ്മളിവിടെ എക്സ് എടുത്തത് ലെങ്ത് ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് വിലയും പ്ലസ് വരുമ്പോൾ നമ്മൾ ലെങ്ത് 12 എടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് 12 എടുക്കുകയാണ്, മറ്റേ സൈഡ് 17 മൈനസ് 12 12 5 വരും. ഇനി ഒരു സൈഡ് 5 എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് 17 മൈനസ് 5 12 വരും. അപ്പോൾ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ ആർ 12 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഓർ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 4ഉം അവയുടെ ഗുണനഫലം 96 സംഖ്യകൾ കണ്ടുപിടിക്കുക. രണ്ട് അതിസംഖ്യകളുടെ വ്യത്യാസം 4ഉം അവയുടെ ഗുണനഫലം 96 സംഖ്യകൾ കണ്ടുപിടിക്കുക. The difference of two positive numbers is 4 and its product is 96. Finds the numbers. ഇപ്പൊ രണ്ട് സംഖ്യകളുടെ വ്യത്യാസമാണ് നമുക്ക് തന്നത്. അപ്പൊ നമുക്കറിയാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നതിനുള്ള വ്യത്യാസം എന്ന് പറയാം. അപ്പൊ അതിലൊരു സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുത്താൽ മറ്റേ ചെറിയ സംഖ്യ എക്സ് എന്ന് എടുക്കുന്നതായിരിക്കും. വലിയ സംഖ്യ അപ്പം വ്യത്യാസം 4 കിട്ടണമെങ്കിൽ വലിയ സംഖ്യ എക്സ് പ്ലസ് 4 ആകണ്ടേ. അപ്പൊ നമ്പേഴ്സ് എക്സും എക്സ് പ്ലസ് 4 എന്ന് എടുക്കും. അപ്പൊ സംഖ്യകൾ let the numbers be x, x plus 4. സംഖ്യകൾ എക്സ് എക്സ് പ്ലസ് 4 എന്ന് എടുത്തു നമ്മൾ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇതിന്റെ ഗുണനഫലം പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 സമം 96. ബ്രാക്കറ്റ് മാറ്റുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 4x സമം 96. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എക്സിന്റെ ഗുണകല്ലേ, എക്സിന്റെ കോയിഫിഷ്യന്റ് പിന്നെ ഇരട്ട സംഖ്യ അല്ലേ, ഈവൺ നമ്പർ ആണല്ലോ. അപ്പൊ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലേക്ക് പോകാൻ എളുപ്പം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ 4 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ എക്സിന്റെ വർഗം പൂർത്തിയാക്കാൻ ഇവിടെ എക്സിന്റെ ഗുണകമായ 4ന്റെ പകുതിയുടെ വർഗം, എക്സിന്റെ ഗുണകം 4 അതിന്റെ പകുതി 2ന്റെ വർഗം എത്ര കൂട്ടേണ്ടത്? 4 തന്നെ കൂട്ടണം. ഇവിടെ 4 ആഡ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ സമവാക്യത്തിന്റെ രണ്ട് സൈഡിൽ നമ്മൾ 4 കൂട്ടുന്നു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 സമം 96 പ്ലസ് 4. അപ്പോൾ വർഗം പൂർത്തിയാക്കാൻ എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം സമവാക്യത്തിന്റെ ഇരുവശവും കൂട്ടിയാൽ മതി. To complete the square, add the square of the half the coefficient of x on both sides of the equation. അപ്പോൾ ഇത് ഏതിന്റെ സ്ക്വയർ ആണെന്ന് അറിയാൻ നമ്മൾ പറഞ്ഞു എക്സ് ആണ് വേരിയബിൾ അല്ലേ. എക്സ് ആണ് വേരിയബിൾ, മിഡിൽ ടൈം പ്ലസ് ആണ്. അപ്പൊ എക്സ് പ്ലസ് ഇനി എക്സിന്റെ ഗുണകത്തിന്റെ പകുതി നോക്കിയാൽ മതി. എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗ്ഗമാണ്. അപ്പൊ 4. അപ്പോൾ എക്സ് പ്ലസ് 2 വരിക. എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. അതായത് എക്സിന്റെ ഗുണകത്തിന്റെ പകുതി ഏതാണെന്ന് നോക്കിയാൽ മതി. 2 സമം 96 4 100. അപ്പൊ എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ 100. അതുകൊണ്ട് എക്സ് പ്ലസ് 2 സമം സ്ക്വയർ റൂട്ട് ഓഫ് 100. ഇവിടെ പോസിറ്റീവ് സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എടുക്കണ്ട? നെഗറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കണ്ട. 10. അപ്പോൾ എക്സ് പ്ലസ് 2 സമം 10. അതുകൊണ്ട് എക്സ് സമം ഈ പ്ലസ് 2 സമത്തിന്റെ അപ്പുറം പോയ എന്തായി? -2 ആയി. അപ്പൊ എക്സ് സമം 10 മൈനസ് 2 8. അതുകൊണ്ട് എക്സിന്റെ അല്ലേ. അപ്പൊ സംഖ്യകൾ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സംഖ്യകൾ സമം എക്സ് എക്സ് പ്ലസ് 2 എന്നല്ല എടുത്തത്. അപ്പൊ 8 പ്ലസ് 2 10. അതുകൊണ്ട് സംഖ്യകൾ 8, 10. Therefore the numbers are 8, 10. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.